പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന പോലെ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ +1 അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനു മുൻപായിട്ട് ചിലരൊക്കെ ഏത് കോഴ്സ് എടുക്കണം, എന്താണ് പഠിക്കേണ്ടത്, സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ എന്നൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. എന്നാൽ ചിലർക്ക് ഇനിയും കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് മെയിൻ ആയിട്ട് +1 3 സ്ട്രീമുകളാണുള്ളത്. ആ 3 സ്ട്രീമുകളിൽ വരുന്ന സബ്ജക്റ്റുകളെ കുറിച്ചും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ വേർഷൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിന്റെ ഒരു സബ്ജക്റ്റുകളെ കുറിച്ചിട്ട് ഒന്ന് പറയാം. ഇപ്പൊ +1 അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യുമ്പോൾ പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവുക, ഏതിലാണ്, അതായത് സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, അതോ കൊമേഴ്സ് ആണോ, ഏത് എടുക്കണം, അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ഏത് കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ചില കുട്ടികളെങ്കിലും ഇപ്പൊ സയൻസ് എടുക്കാൻ നിർബന്ധിക്കുന്നത് വീട്ടുകാർ നിർബന്ധിക്കുന്നു, അതുമല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് സയൻസ് ആണ് എടുത്തത്, അപ്പൊ ഫ്രണ്ട്സിനെ വിട്ടുപോകാനുള്ള മടി കൊണ്ട് ഞാനും സയൻസ് എടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ എടുക്കുന്നവരുണ്ടാവും. അപ്പോ അതൊക്കെ മാറ്റിക്കൊണ്ട് എനിക്ക് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, +2 കഴിഞ്ഞതിന് ശേഷം, അതായത് ആഫ്റ്റർ +2 നിങ്ങൾ എന്താണ് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫീൽഡിലോട്ട് പോകാനാണ് താല്പര്യം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മാത്രം നിങ്ങൾ +1 കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതായത് മെഡിക്കൽ ഫീൽഡ് താല്പര്യമുള്ള കുട്ടികൾ ബയോസയൻസ് നിർബന്ധമായും എടുക്കണം. അതേസമയം ഞാൻ ഒരിക്കലും മെഡിക്കൽ ഫീൽഡിൽ പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ബയോസയൻസ് എടുക്കണം എന്നുള്ളത് ഒരു നിർബന്ധവുമില്ല. അപ്പൊ നിങ്ങൾ ഏത് ഫീൽഡാണ് നിങ്ങൾക്ക് പോകാൻ താല്പര്യം, ആ താല്പര്യം എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക. അതായിരിക്കും എപ്പോഴും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. +1 3 സ്ട്രീമുകളാണുള്ളത്: സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം മെയിൻ ആയിട്ട് മെഡിക്കൽ ഫീൽഡിലേക്കും അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ്, പിന്നെ അതേപോലെ തന്നെ എന്താണ് ഗവേഷണം തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് ഇത് സയൻസ് എന്ന് പറയുന്നത്. സയൻസില് 2 കോമ്പിനേഷൻസ് ആണ് എല്ലാ സ്കൂളുകളിലും മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്: ബയോമാത്സും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസും. ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് ഞാനിതിൽ VHSCയുടെ കോഴ്സ്, VHSC ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടല്ല കേട്ടോ പറയുന്നത്, HSC ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ VHSCയിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഡിഫറൻസ് ഒക്കെ വരും. അപ്പോ ഇവിടെ 2 കോമ്പിനേഷൻസ് ആണ് ഒട്ടുമിക്ക സ്കൂളുകളിലും കണ്ടുവരുന്നത്: ബയോമാത്സും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസും. അപ്പോൾ ബയോമാത്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി. ഇനി കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ബയോമാത്സും കമ്പ്യൂട്ടർ സയൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ബയോമാത്സോ ബയോ സയൻസോ, അപ്പോൾ അതും കമ്പ്യൂട്ടർ സയൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബയോമാത്സ് അല്ലെങ്കിൽ ബയോ സയൻസ് എടുക്കുന്ന കുട്ടികൾ എന്താണ്, ബയോളജിയാണ് അതിലൊരു സബ്ജക്റ്റ് ആയിട്ടുള്ളത്. അതേസമയം കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന കുട്ടികൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് അതിലൊരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. വേറെ സബ്ജക്റ്റുകൾക്ക് ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ ഇതിന് പുറമെ ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷും ഉണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് മലയാളം, ഹിന്ദി, പിന്നെ അറബിക്, ഉറുദു, അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് അവിടെ എടുത്ത് പഠിക്കാവുന്നതാണ്. അപ്പൊ അതും അതേപോലെ തന്നെ മിക്ക സ്കൂളുകളിലും കണ്ടുവരുന്നത് ഹിന്ദിയും അതേപോലെ തന്നെ മലയാളവുമാണ്. അല്ലാതെ സംസ്കൃതമൊക്കെയുള്ള സ്കൂളുകൾ ഉണ്ട്. അപ്പൊ അത് കിട്ടുന്ന സ്കൂളിൽ നിങ്ങൾക്ക് ഏതാണോ, ഏത് സ്കൂളാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്, അപ്പൊ ആ സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഏത് എടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇനി സയൻസിൽ തന്നെ 9ഓളം കോമ്പിനേഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും കണ്ടുവരുന്ന ഈ 2 കോമ്പിനേഷനെ കുറിച്ച്, ഏറ്റവും കൂടുതൽ കുട്ടികൾ ചൂസ് ചെയ്യുന്ന ഈ 2 കോമ്പിനേഷനെ കുറിച്ച് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇനി അടുത്തത് കൊമേഴ്സിന്റെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അക്കൗണ്ടൻസി വരുന്നുണ്ട്, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, പിന്നെ മാത്തമാറ്റിക്സ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പൊ ചില സ്കൂളുകളിൽ മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കും, എന്നാൽ ചില സ്കൂളുകളിൽ മാത്തമാറ്റിക്സ് ഉണ്ടാവില്ല. അവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരിക്കും അതിന് പകരമായിട്ട് ഉണ്ടാവുന്നത്. അത് നിങ്ങൾക്ക് കിട്ടുന്ന സ്കൂളിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും എക്കണോമിക്സും മറ്റേ കൊമേഴ്സ് സബ്ജക്റ്റിൽ ഉള്ളതാണ്. ഇനി മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അത് നിങ്ങൾ അലോട്ട്മെന്റിന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടുമ്പോൾ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ആ സ്കൂളിൽ ഏതാണുള്ളത്, മാത്സ് ആണോ
അത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് ഉള്ളത് എങ്കിൽ അത് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ തന്നെ മാത്സ് വേണം നിർബന്ധമുള്ള കുട്ടികൾ അത് നോക്കി ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്നത് ബാങ്കിങ്, അതേപോലെ തന്നെ CA, CMA, BBA, BCom തുടങ്ങിയ കോഴ്സുകളൊക്കെ ആയിരിക്കും. അടുത്തത് ഹ്യൂമാനിറ്റീസ് ആണ്. ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവർക്ക് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി ഓർ സോഷ്യോളജി, ഇതും നിങ്ങളുടെ സ്കൂൾ ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ സ്കൂളിലുള്ള സബ്ജക്ട് ഏതൊക്കെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് പഠിക്കേണ്ടി വരിക. അപ്പൊ ഹിസ്റ്ററിയും എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും അതില് ഹ്യൂമാനിറ്റീസിൽ വരുന്ന സബ്ജക്റ്റുകൾ തന്നെയാണ്. ഇനി ചില സ്കൂളിൽ ജോഗ്രഫി ആയിരിക്കും, അല്ലെങ്കിൽ ചിലതിൽ സോഷ്യോളജി ആയിരിക്കും. അങ്ങനെ കുറച്ച് ഡിഫറൻസ് ആ സ്കൂൾ വൈസ് ഉണ്ടായിരിക്കും. ഇനി ലാംഗ്വേജിന്റെ കാര്യം എടുക്കാന്നുണ്ടെങ്കിൽ സയൻസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്താലും സെയിം ചാപ്റ്റേഴ്സ് തന്നെയാണ് നിങ്ങൾ ലാംഗ്വേജിൽ പഠിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് മിക്ക സ്കൂളുകളിൽ അവൈലബിൾ ആയിട്ടുള്ള സബ്ജക്റ്റുകളെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതല്ലാതെ തന്നെ ഓരോ സ്ട്രീമുകളിലും ഡിഫറെന്റ് സബ്ജക്റ്റുകളെല്ലാം വേറെയുണ്ട്. പക്ഷെ മിക്ക കുട്ടികൾക്കും കിട്ടുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ മാത്രം എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് സ്വയം ഒന്ന് നിങ്ങൾ ചിന്തിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് താല്പര്യം കാണിക്കുക. അപ്പോൾ ഓരോ കോഴ്സിനെ കുറിച്ചും വ്യക്തമായ ഒരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ കോഴ്സുകളുടെ തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് കാണണമെന്നുള്ളവർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി അതേപോലെ തന്നെ ഈ ഓരോ കോഴ്സിലും വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ടോപ്പിക്കുകളാണ് അതിനകത്ത് പഠിക്കാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.